അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കടുത്തുപോയ ആളുകൾക്ക് നാശം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് കാഠിന്യമുണ്ടാവുക, ഈമാനും തഖ്വയും ഇഖ്ലാസും ഒക്കെ കുറഞ്ഞു പോകുന്നൊരവസ്ഥ വളരെ വലിയൊരു പ്രയാസകരമായ കാര്യമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മാ ദുരിബ അബ്ദുൻ ബി ഉഖൂബത്തിൻ അഅളമു മിൻ ഖസ്വത്തിൽ ഖൽബി വൽ ബുഅദി അനില്ലാഹ്. ഹൃദയം കടുത്തു പോകുന്നതിനേക്കാളും അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാളും വലിയ ഒരു ശിക്ഷ ഒരടിമക്കും ലഭിക്കാനില്ല. സത്യത്തിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് ഹൃദയകാഠിന്യം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഖസ്വത്തുൽ ഖൽബി മിൻ അർബഅത്തി അഷ്യ, 4 കാരണങ്ങൾ കൊണ്ട് ഹൃദയകാഠിന്യമുണ്ടാകുന്നു, അഥവാ അതിലുള്ള ഈമാനും തഖ്വയും കുറഞ്ഞു പോകുന്നു. ഇദാ ജാവസ്ത ഖദ്റൽ ഹാജ, അഥവാ ആവശ്യത്തേക്കാൾ കൂടുതൽ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ. ഏതൊക്കെയാണത്? 1 അൽ അക്ലു, ഭക്ഷണം കഴിക്കൽ. ഭക്ഷണം കഴിക്കൽ വളരെ നിർബന്ധമാണ് ജീവൻ നിലനിൽക്കാൻ. പക്ഷേ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഹൃദയകാഠിന്യമുണ്ടാകും. വന്നൗം, രണ്ടാമത്തത് ഉറക്കമാണ്. ഉറക്കവും ആവശ്യമുള്ളതാണ്, പക്ഷേ അമിതമായി ഉറങ്ങുന്ന ആളുകൾക്ക് ഹൃദയകാഠിന്യമുണ്ടാകും. വൽ കലാം, സംസാരം അത്യാവശ്യമാണ്, പക്ഷേ അമിതമായി സംസാരിച്ചാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറഞ്ഞു പോകും, അതും ഹൃദയകാഠിന്യത്തിന് കാരണമായി തീരും. വൽ മുഖാലത്ത, 4മത്തത് ജനങ്ങളുമായി, സുഹൃത്തുക്കളുമായി കൂടുതൽ ഇടപഴകൽ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം വേണം, പക്ഷേ അത് തന്നെ ആവുകയും അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾക്കും അവരുടെ കൂടെ ചെലവഴിക്കുന്നതിനും കൂടുതൽ സമയം കണ്ടെത്തുകയും ദിക്റുകൾക്കോ ദുആകൾക്കോ നമസ്കാരത്തിനോ ഖുർആൻ പാരായണത്തിനോ ഒന്നും സമയം കണ്ടെത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയകാഠിന്യമുണ്ടാകുന്നു. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളിൽ നമ്മൾ അതിര് കവിയാൻ പാടില്ല. 1 ഭക്ഷണം കഴിക്കുന്നത്, മറ്റൊന്ന് ഉറങ്ങുന്നത്, 3മത്തത് കൂടുതൽ സംസാരിക്കുക, 4 കൂടുതലായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തുക. അങ്ങനെ സംഭവിച്ചാൽ അത് ഹൃദയകാഠിന്യമുണ്ടാകും. ഹൃദയകാഠിന്യം അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് പണ്ഡിതന്മാർ ഖുർആനിക വചനങ്ങളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തരുന്നത്. ഇക്കാര്യം നാം ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.